യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, പെസഹ കാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയെന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ നമ്മെ ക്രിസ്തു ചൈതന്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ ആദ്യ വായനയിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ നാം കാണുന്നത് അഭിമാനത്തോടും ധീരതയോടും വിശ്വാസത്തോടും കൂടെ പത്രോസ് ഇസ്രായേൽ ജനത്തോട് പ്രസംഗിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വാചാര്യത എല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. മുക്കുവൻ മാത്രമായ അവൻ ഇതാ തീഷ്ണതയോടെ പ്രസംഗിക്കുന്നു, ഭയം കൂടാതെ സാക്ഷ്യം നൽകുന്നു. നിങ്ങൾ ക്രൂശിച്ച മിശിഹായെ ഞങ്ങൾ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നതിൽ അദ്ദേഹം ഭയപ്പെടുന്നില്ല. വിശ്വാസ ധീരതയും സാക്ഷ്യവുമാണ് നാം കണ്ടത്. 1 പത്രോസ് 1-ാം അധ്യായം 17 മുതലുള്ള 2-ാമത്തെ വായനയിലും നമ്മൾ കാണുന്നത് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപാവരങ്ങൾക്കനുസൃതമായി നിലകൊള്ളുവാൻ നമുക്ക് ഒരു സ്നേഹപിതാവായ ദൈവമുണ്ടെന്നും ആ പിതാവിൻ്റെ വത്സല മക്കളാണ് നമ്മളെന്നുമുള്ള വലിയ ബോധ്യം അപ്പോസ്തലനായ പത്രോസ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹത്തായ കൃപാവരങ്ങൾക്ക് അർഹരായി ഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു ജനതയാണ് നമ്മൾ. വിശ്വാസത്തിലും പ്രത്യാശയിലും ദൈവഭയത്തിലും നിലകൊള്ളുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സുവിശേഷം ഏറെ ശ്രദ്ധായകമാണ്. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ 2 അപ്പോസ്തലന്മാർ ജെറൂസലേമിൽ നിന്ന് ഏകദേശം 60 സ്തദിയോൻ അകലം ഉള്ള എമാവുസ് ഗ്രാമത്തിലേക്ക് പോയി. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുക. യേശു കൂടെ നടന്നിട്ടും അത് യേശുവാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയി. കാരണമുണ്ട്, അവർ ജെറൂസലേമിൽ നിന്ന് ഇമാവൂസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ജെറൂസലേം വിട്ട് പോകരുതെന്ന് അവരോട് പറഞ്ഞിരുന്നു. ഈ യാത്രയിൽ ഒരു അനുസരണക്കേടിൻ്റെ, വിശ്വസ്തത ഇല്ലായ്മയുടെ ബലക്കുറവ് നാം കാണുന്നുണ്ട്. എന്നിട്ടും അവർ ഇമാവൂസിലേക്ക് യാത്ര തിരിച്ചു. ജെറൂസലേം ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യമാണ്. ജെറൂസലേം വിട്ടുപോവുക എന്നത് ദൈവത്തിൻ്റെ കൃപ വിട്ടുപോവുക എന്നുകൂടി അർത്ഥമുണ്ട്. നോക്കൂ, അവർ ക്രിസ്തു പറയുന്നത് അനുസരിക്കാതെ ജെറൂസലേമിൽ നിന്ന് ഇമാവൂസിലേക്ക് യാത്ര പുറപ്പെട്ടു. 2 ശിഷ്യന്മാരാണ്. അവരുടെ പേര് 2 പേരുടെയും പറയുന്നില്ല. ഒരാൾ ക്ലെയോഫസ് ആണ്. അദ്ദേഹം യേശുവിനോട് ചോദിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ജെറൂസലേമിൽ നടന്നതൊന്നും അറിയാത്ത ഏക അപരിചിതനാണോ നീ? യേശു ചോദിക്കുന്നു, എന്ത് കാര്യങ്ങൾ? അവൻ വ്യക്തമാക്കി കൊടുക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് സംഭവിച്ചത്. അവിടെ നിന്ന് മരണപ്പെട്ടത്, മരണത്തിൻ്റെ 3-ാം ദിവസമായി ഇന്നേ ദിനം ഉത്ഥാനം ചെയ്തത്, അവൻ അനേകർക്ക് പ്രത്യക്ഷ ദർശനങ്ങൾ നൽകിയത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വം വ്യക്തമായി അറിയാവുന്ന ക്ലെയോഫസ് ക്രിസ്തുവിനോട് തർക്കിക്കുകയും വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു സംഭവിച്ചതെല്ലാം പിതാവിൻ്റെ തിരഹിതമാണെന്നും അത് സംഭവിക്കേണ്ടതാണെന്നും അങ്ങനെ സംഭവിക്കുന്നതിലൂടെയാണ് രക്ഷ ലഭിക്കുന്നതെന്നും ആ ശിഷ്യനെ ബോധ്യപ്പെടുത്തി. അവർ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ക്ലെയോഫസ് പറയുന്നു, കൂടി വസിച്ചാലും നാഥ, പകൽ അവസാനിക്കാറായി, രാത്രി ആരംഭിച്ചിരിക്കുന്നു. യേശു അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരോടൊപ്പം വസിക്കുമ്പോൾ നൽകപ്പെട്ട അപ്പം ആശീർവദിച്ച് മുറിച്ച് നൽകിയപ്പോൾ യേശു ഉടനെ അപ്രത്യക്ഷപ്പെട്ടു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുക. ഒരർത്ഥത്തിൽ യേശു അപ്രത്യക്ഷപ്പെടുകയല്ല, അപ്പത്തിലേക്ക് രൂപാന്തരപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ആ അപ്പം ഭക്ഷിച്ച ആ ശിഷ്യന്മാർ ഉടനെ പറയുന്നൊരു വാക്കുണ്ട്, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിച്ചിരുന്നില്ലേ? അവൻ നമ്മോട് തർക്കിച്ചപ്പോൾ നമുക്ക് വലിയ ബോധ്യങ്ങൾ നൽകപ്പെട്ടില്ലേ? അതെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നാം ആയിരിക്കുമ്പോൾ, അവനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന ആത്മീയ അനുഭവം ഉണ്ടാകും. ആ ബലം സ്വീകരിച്ച അവർ ആ രാത്രി തന്നെ തിരികെ നടന്നു ജെറൂസലേമിലേക്ക്. അവിടെ മറ്റു ശിഷ്യന്മാരോട് അവർ പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധമായ പ്രഭാതം നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള ദിനമാണ്. അവന് സാക്ഷ്യം നൽകുവാനുള്ള ദിവസമാണ്. കാണുന്നവരോടൊക്കെ ഞാൻ കർത്താവിനെ കണ്ടുവെന്ന് ഏറ്റുപറയേണ്ട ദിനമാണ്. നമുക്കും ഒരു ഇമാവൂസ് അനുഭവം ഉണ്ടാകട്ടെ. കൂടുതൽ സ്നേഹത്തോടെ തീഷ്ണതയോടെ അവനെ അന്വേഷിക്കുവാനും അവൻ്റെ സ്നേഹ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിലൂടെ അനുഭവിച്ച് ക്രിസ്തുവിനെ അനേകർക്ക് പകരാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ.
സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.